A beautiful good morning to you all. World Environment Day is observed on 5th June to raise awareness about the environment and the damages that human activities to do it. The theme for World Environment Day 2021 is Ecosystem Restoration. Ecosystem restoration can take many forms like growing trees, greening cities, rewilding gardens, changing diets, etc. In simple words, it is a day to make people more accountable for the environmental damages they do it. It seeks to generate a sense of responsibility towards the environment. If the environment is damaged beyond the limit, then it would be like humankind dug a grave for itself. Events like World Environment Day are extremely important considering the importance of the environment for life on Earth. The first World Environment Day was celebrated in 1974. Since then, it is routinely held every year as an UN-sponsored flagship campaign for the protection and promotion of the environment. Dear children, we can only ensure good health and long life to our future by protecting and preserving our environment. So, we must celebrate environment friendly for the development to save the environment for our better future. Wish you a happy Environment Day greetings to all. Stay home, stay safe. Thank you. സുന്ദരമായ ഈ പ്രകൃതി ദൈവദാനമാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ വായു, ശുദ്ധമായ ജലം, ഭക്ഷണം എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത്രയും ഫലപുഷ്ടമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ജലാശയങ്ങൾ മലിനമാക്കാതെയും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. പ്രകൃതിയോടൊപ്പം നിന്ന് എല്ലാ ജീവികളെയും സംരക്ഷിച്ചും സ്നേഹിച്ചും നമുക്ക് യാത്ര തുടരാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, അധ്യാപകർ, പ്രിയ വിദ്യാർത്ഥികളെ, ജൂൺ 5 നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണല്ലോ. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയാണ് നാം ഈ ദിനം ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ആരോഗ്യത്തിനും പ്രകൃതിയുടെ പങ്ക് വളരെ വലുതാണ്. പ്രകൃതി മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ താൽക്കാലിക സുഖത്തിനു വേണ്ടി മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ വരദാനമായ ജലം, വായു, മണ്ണ് എന്നിവയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധവായു കിട്ടാൻ മരങ്ങൾ വേണമെന്നും മരങ്ങൾക്ക് മണ്ണും ജലവും വേണമെന്നും നമ്മൾക്ക് അറിവുള്ള കാര്യമാണ്. പ്രകൃതിയുടെ മേൽ നാം
നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പ്രഹരത്തിന്റെ ഫലമായി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സുനാമി, കൊടുങ്കാറ്റ്, പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി നമ്മളുടെ മേൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ മഹാമാരി വന്ന് മനുഷ്യൻ വീടുകളിൽ അടച്ചിരുന്നപ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ വന്ന മാറ്റം നമ്മൾ കണ്ടു. വായു മലിനീകരണം, ജലമലിനീകരണം, മറ്റു മലിനീകരണങ്ങൾ കുറയുകയും ജീവജാലങ്ങൾ സ്വതന്ത്രരായി വിന്യസിക്കാനും തുടങ്ങിയപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി: പ്രകൃതിയുടെ യഥാർത്ഥ ശത്രു മനുഷ്യരാണെന്ന്. ആയതിനാൽ നമുക്ക് നമ്മുടെ വരുന്ന തലമുറയും നിലനിൽക്കണമെങ്കിൽ അടുത്ത തലമുറ നമ്മൾ ഇന്ന് കാണുന്ന അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയാണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും പ്രകൃതിയെ നിലനിർത്തുകയും ചെയ്യുക എന്നത് നമ്മൾ ഓരോരുത്തരും ഈ ദിനത്തിൽ പ്രതിജ്ഞയെടുക്കേണ്ടതാണ്. ഈ ദിനം നമ്മൾക്ക് വൃക്ഷത്തൈകൾ നട്ടും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയെടുത്തും ആഘോഷിക്കാം. എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Earth is the only known planet having life in this universe. We should respect and maintain everything we get from our Mother Earth. നമസ്കാരം. ഇന്ന്
ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നല്ലൊരു നാളേക്കായി ഉറപ്പാക്കാം പരിസ്ഥിതി സംരക്ഷണം. നാം ജീവിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താനായി എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. 1972 ജൂൺ 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന് ലക്ഷ്യം. പ്രകൃതിയെ സുരക്ഷിതമാക്കണമെന്ന് നമ്മിൽ ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം നിലകൊള്ളുന്നു. ഓരോ വർഷവും ഓരോ സന്ദേശത്തോടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. നശിപ്പിക്കപ്പെടുകയോ നാശത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുന്ന ആവാസ വ്യവസ്ഥയുടെ വീണ്ടെടുക്കലിനെ സഹായിക്കുക എന്നതാണ് പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദുർബലമായതോ ദുർബലാവസ്ഥയിലോ ആയ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവും ഇതിലുൾപ്പെടുന്നു. ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമായ മാർഗങ്ങളിൽ ഒന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത്. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഗോള ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള UN ദശക പ്രഖ്യാപനത്തിനും ഈ വേദി സാക്ഷിയാകും. കാലാകാലങ്ങളിൽ പ്രകൃതി സ്വയം പുനരുജ്ജീവിപ്പിക്കുന്നു. എന്നാൽ ഇത് സാധ്യമാകുന്നത് മനുഷ്യരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമാണ്. പ്രകൃതി ഏകിയ വരദാനങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. എന്നാൽ നമ്മൾ അതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. മനുഷ്യൻ എന്നും ആഗോളവൽക്കരണത്തിന് പുറകെയാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതിയെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുസ്ഥിര ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ മനുഷ്യായുസ് മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. അമ്മയായ പ്രകൃതിയെ സംരക്ഷിക്കാൻ മക്കളായ നമുക്ക് കൈകോർക്കാം. പരിസ്ഥിതിയെ വീണ്ടെടുക്കാം, ആസ്വദിക്കാം, ആനന്ദിക്കാം. പരിസ്ഥിതി സംരക്ഷണം ശീലമാക്കാം. ഏവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. A very respected headmistress, Reverend Sister Rosmi Varghese, sisters, teachers, parents, and my dear friends. As you all know that today, June 5th, is World Environment Day. When environment is being polluted so rigorously, everyone has only one question on his or her lips and mind. That is, how to protect our environment from being polluted, how to save our earth from disasters. The strongest way to protect our environment is save trees. Trees are one of the main creation of God that plays an important role to keep our environment clean. A clean environment is need for every living objects on this earth. Today, trees are being cut with a great speed for fulfilling the daily needs of human beings. It is true that we need to cut trees for our daily needs, but cutting trees in such a furious way is leading towards a disaster. So, being a responsible human being, we all need to take some initiatives to protect our environment. Now together, we can take one promise. We must save our environment. So, we can consider to save trees, to protect environment, and to live a better life. Thank you all.
ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക റവറൻഡ് സിസ്റ്റർ റോസ്മി വർഗീസ്, പ്രിയപ്പെട്ട അധ്യാപകർ, കൂട്ടുകാർ, പ്രിയ രക്ഷിതാക്കളെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിലാണ് 1972 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ് 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. പാകിസ്ഥാനാണ് ആദ്യത്തെ രാജ്യം. നാശത്തിലേക്ക് നീങ്ങുന്ന ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കലിന് സഹായിക്കുക എന്നതാണ് ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, താപനില വർധന, സുനാമികൾ തുടങ്ങിയവ മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് മരങ്ങൾ നട്ടുവളർത്തുക എന്ന പ്രചരണ പരിപാടിക്ക് ഊന്നൽ നൽകി അന്താരാഷ്ട്ര സംഘടന പരിസ്ഥിതി ദിന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളെയാണ് ഇന്ന് പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പ്രകൃതി ദുരന്തങ്ങളായി നമുക്ക് നേരെ വരുന്ന തിരിച്ചടികൾ താങ്ങാൻ നാം അശക്തരാണെന്ന് നമ്മൾ ഓർക്കണം. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന്. അതിനായി നമുക്ക് ഒത്തൊരുമയോടെ നാളെയൊക്കെ ഒരു മരം നടാം. മരം ഒരു വരം എന്ന ചൊല്ല് അനുവർത്തമാക്കാം. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോക പരിസ്ഥിതി ദിനം. നമുക്കെല്ലാവർക്കും ഓരോ തൈകൾ നട്ടുകൊണ്ട് ഈ ദിനം ആഘോഷിക്കാം. ഒരു തൈ നടാം നമുക്കേവർക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു മഴയ്ക്കായി ഉഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, 100 തൈകൾ നിറഞ്ഞു നടുന്നു. താങ്ക് യു. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടു കൂടി ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങൾ. പരമകാരുണികനായ ദൈവത്തിന്റെ കാരുണ്യ കന്തളങ്ങളാൽ ചൈതന്യവത്തായ മറ്റൊരു ദിനം കൂടി ആഗതമായിരിക്കുന്നു. ഈശ്വരൻ കനിഞ്ഞരുളിയ പ്രകൃതി എന്ന മഹാസമ്പത്തിനെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കോവിഡ് മഹാമാരി നടമാടുന്ന ഈ കാലഘട്ടത്തിലും പ്രത്യാശയുടെ കിരണങ്ങൾ ഇനിയും നമ്മളിൽ ഏവരിലും ബാക്കിയുണ്ട്. പരിമിതികളിൽ നിന്നുകൊണ്ടാണെങ്കിലും ഓൺലൈനായി ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായി സാധിച്ചു. അതുകൊണ്ട് അതിന് കാരണക്കുതലായ സർവേശ്വരനോട് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ മഹാമാരി കാലത്തും സ്കൂൾ പ്രവർത്തനങ്ങൾ താളം തെറ്റാതെ താങ്ങി നിർത്തി സഹപ്രവർത്തകർക്ക് ആവേശവും തണലുമായി ചെറുപുഷ്പം UP സ്കൂളിന്റെ സാരഥിയായ റവറൻഡ് സിസ്റ്റർ റോസ്മി വർഗീസിന്റെ നന്മ നിറഞ്ഞ വാക്കുകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ചടങ്ങിന്റെ ഭാഗമാവുകയും സന്ദേശം നൽകുകയും ചെയ്ത വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി ലിസി സുരേഷിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന അധ്യാപിക പ്രതിനിധി രേഷ്മ ടീച്ചറുടെ വാക്കുകൾക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. നൃത്തത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പാട്ടിലൂടെയും ചടങ്ങുകൾക്ക് മോടികൂട്ടിയ വിദ്യാർത്ഥി പ്രതിനിധികളായ സാരംഗി, ശ്രീലേഖ, അദ്വൈത, വരദ, ദേവാംഗന എന്നീ കൊച്ചുമിടുക്കർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനും മരങ്ങൾ നട്ടുവളർത്തുവാനും ആഹ്വാനം ചെയ്യുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ വെറും നേരപ്പോക്കുകളെയല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി പരിസ്ഥിതി ദിനാഘോഷ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.